പത്രം 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 ഇന്നത്തെ പത്രം ആർക്കും വായിക്കാം, എങ്ങനെയും വായിക്കാം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ചെറുതേരെ പത്രം ഒന്ന് വായിച്ചേ. ആ പത്രം 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 വായിക്ക് രുചിയായിട്ട് വായിക്കാം. ഇന്നത്തെ പത്രം ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. മുമ്പ് പറഞ്ഞേരെ നല്ല ചൂടുള്ള സാധനം. ചായ ആയിരിക്കും. അല്ല പത്രം പത്രം. കാര്യത്തിന് ഇപ്പൊ പത്രവിൽപ്പന തുടങ്ങിയോ? ഇന്നലത്തെ വണ്ടേ മാച്ചിൽ ന്യൂസ് ഉണ്ടോ? ആനക്കാരത്തല്ല അവന് ചേനക്കാര്യം. പത്രം വായിക്കണ ചക്ക. അമ്മേ, ദേ സപ്തതി ആഘോഷം. വല്യമാമയുടെ സപ്തതി ആഘോഷ വാർത്ത. ഞാനും വായിച്ചു മോനെ. അത്ഭുതമായിരിക്കണം. വല്യേട്ടൻ സപ്തതിയാഘോഷം നടത്തണില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇത് എങ്ങനെയാ പത്രത്തിൽ വന്നത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. ആരാ ഈ വാർത്ത കൊടുത്തത്? ആര് കൊടുത്ത വാർത്തയായാലും എന്താ? സപ്തതി നടക്കണമെന്നും ഒരു അധികാര കൈമാറ്റം വേണമെന്നും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? വാർത്ത കൊടുത്തത് ഞാനാ. സമ്മതിച്ചിരിക്കുന്നു. രാമനാഥൻ കലക്കി. എക്സലന്റ്. താങ്ക് യു. യു ആർ സ്മാർട്ട്. വെരി വെരി സ്മാർട്ട്. താങ്ക് യു. നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായച്ചിത്തം വേണമല്ലോ. അതുകൊണ്ടാ. എന്താ ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഏയ്, ഒരു എതിർപ്പില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ശക്തമായ സപ്പോർട്ട് രാമനാഥനുണ്ടാവും. അല്ലേ അളിയ? അതെ, എന്തായാലും രാമനാഥൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്. ഇനി ഏതായാലും സപ്തതി ആഘോഷം പൊടി പൂരമാക്കിയിട്ട് തന്നെ കാര്യം. അതെ, അത് തന്നെ. ആരാ ഈ വാർത്ത കൊടുത്തത്? വാർത്ത കൊടുത്തത് ഞാനാ. എല്ലാവരുടെയും ആഗ്രഹം അതാ, എന്റെയും. നമുക്ക് ഈ സപ്തതി ഒരു ചരിത്ര സംഭവം. അത് നടക്കില്ല. സോറി, എനിക്ക് കുറച്ചുപേർ കൂടി പത്രം എത്തിക്കാനുണ്ട്. പത്രം അനുവദിക്കില്ല ഞാൻ. ഇറങ്ങിക്കോളൂ. അതാ അദ്ദേഹം വരുന്നുണ്ട്. നമസ്കാരം. പത്രവാർത്ത കണ്ടു, സന്തോഷായി. പരാതി ഉണ്ടേ, വാർത്ത പത്രത്തിൽ അറിയേണ്ടി വന്നു. ഈ പത്രവാർത്ത തീർത്തും അനുയോജ്യം തന്നെ. അത്ര പ്രാധാന്യത്തിലല്ലേ വാർത്ത വന്നിരിക്കുന്നത്? അത് പിന്നെ പത്മനാഭൻ അദ്ദേഹത്തിന്റെ കാര്യമല്ലേ. ഈ സപ്തതി ആഘോഷം സംശയമുണ്ട്, ഗംഭീരമായിട്ട് തന്നെ നടത്തും. അതെ, നടത്തും. രാമനാഥ, നീ ഞാനുണ്ടാകും. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ മുമ്പിൽ തന്നെ ഈ രാമനാഥൻ ഉണ്ടാവും. അമ്മാമ്മ മിണ്ടാവരടുത്ത് നിന്നാ മതി. ഇത് കുടുംബക്കാരുടെ മാത്രം കാര്യമല്ലല്ലോ. പത്മനാഭൻ നായർ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനം കണക്കിലെടുത്താ ഇത് നാട്ടുകാരുടെ ആവശ്യമാണ്. സപ്തതി ഞങ്ങള് ദേശീയോത്സവമാക്കി മാറ്റും. എന്താ അങ്ങയുടെ അഭിപ്രായം? അയ്യോ, അദ്ദേഹം ഇപ്പൊ ഒന്നും പറയില്ല. സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണേ. പറയാനുള്ളത് സപ്തതി ആഘോഷ സമയത്ത് പറഞ്ഞോളൂ. എന്തായാലും ഞങ്ങൾ കുടുംബക്കാരുടെ പരിപൂർണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവും, ഇല്ലേ? സംശയം എന്താ? ഇനി പല ഒരു ആഘോഷം ഈ തറവാട്ടിൽ ഇനി ഉണ്ടാവാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കുമോ? അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ആഘോഷം ഇത്ര ആർഭാടപൂർവ്വം വേണ്ടെന്നാ. അത് ഞങ്ങൾ കരക്കാർ നിശ്ചയിക്കും. ആ. അപ്പൊ തീയതി നിശ്ചയിച്ച് മുമ്പോട്ട് നീങ്ങല്ലേ? അയ്യോ, അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹമല്ല, ദാ ഇദ്ദേഹമാ. ഇപ്പൊ തറവാട്ടിൽ ജീവിച്ചിരിക്കണ ഏറ്റവും മൂത്ത സംബന്ധക്കാരൻ, അപാര പണ്ഡിതൻ, വിവേകി വാന്തുണ്ണി മാമ. അപ്പൊ നമുക്ക് സപ്തതി ആഘോഷത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ട് മുമ്പോട്ട് പോവാല്ലേ? കേട്ടില്ലേ? എന്നൊരു വാക്കാ വായിന്ന് വീണ അതിന് തറവാട്ടിൽ എതിർവാക്കില്ല. അപ്പൊ നമുക്ക് ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കാം. എന്താ? അതെ, അക്കരെ ചത്തുവേട്ട, ഇവർക്ക് വേണ്ട സാധനം മറ്റേ മിലിറ്ററി. പിന്നെ വേറെ വേണം. ചങ്ങുണ്ണി. രാമനാഥ, എന്താ അമ്മമ്മേ? അമ്മമ്മ അവരുടെ അടുത്തേക്ക് ചെന്നാട്ടെ. അങ്ങോട്ട് ചെന്നാട്ടെ. അമ്മമ്മേ, അന്ന് വന്ന് വിശ്രമിച്ചാട്ടെ. എന്താ നിന്റെ ഉദ്ദേശം? നല്ല ഉദ്ദേശം തന്നെ. മരുമക്കത്തായൊക്കെ പോയി ഇപ്പൊ മക്കത്തായോ. എന്തായാലും സപ്തതി ആഘോഷ ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടാവുമല്ലോ. ഈ മകൻ ജീവിച്ചിരിക്കുമ്പോ അനന്തരവന്മാരെ അവകാശികളെന്ന് അങ്ങേക്ക് പറയാൻ കഴിയൂ? ഇല്ല, നിന്റെ ഉദ്ദേശം നടക്കില്ല. പയ്യാരത്ത് പത്മനാഭൻ നായർക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അങ്ങ് സത്യമേ പറയൂ, ധർമ്മമേ പ്രവർത്തിക്കൂ. ഇതെന്റെ വാക്കുകളല്ല, സമൂഹം പറയണതാണ്. സത്യം വദ ധർമ്മം ചര. വല്യമാമയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സപ്തതി ആഘോഷം? എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒക്കെ വഴിയെ മനസ്സിലായിക്കോളും. ഞാനൊരു കാര്യം പറയട്ടെ. വല്യമാമയെ കൊണ്ട് രാമനാഥനെ മകനാണെന്ന് അംഗീകരിപ്പിക്കാൻ ഒരു മാർഗമുണ്ട്. വല്യമ്മയെ ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരാ. ഏത് വല്യമ്മായി? രാമനാഥന്റെ അമ്മ, സൗദാമിനി അമ്മായി. എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ വല്യമ്മായി വന്നേ മതിയാവും. വല്യമ്മയെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. എന്താ? വല്യമ്മായി കൂട്ടിക്കൊണ്ടിരുന്നത് നീയല്ല, പയ്യാരത്ത് പത്മനാഭൻ നായരാ. പറയിക്കും ഞാൻ. നിങ്ങളുടെ ചൂടും ചൂരും കുശാഗ്ര ബുദ്ധിയും അതേപടി പകർന്നു കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഒരേ ഒരു സന്തതിയാ പറയണേ. രാമനാഥൻ എന്റെ മകനാണെന്ന് നിങ്ങൾ പറയും. വീട്ടുകാരെ നാട്ടുകാരെ കേൾക്കെ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. ഇല്ലടോ, തന്റെ അനന്തരവന്റെ ആഗ്രഹം നടക്കില്ല. പയ്യാഴത്ത് പത്മനാഭൻ നായരെ തോൽപ്പിക്കാവുന്ന മോഹം ഉണ്ടല്ലോ, അത് നടക്കില്ല. നടക്കരുത്, നടക്കാൻ പാടില്ല.
അത് പറയാനാ ഞാൻ വന്നത്. അങ്ങ് തോൽക്കരുത്. അങ്ങ് ഊട്ടി വളർത്തിയ അനന്തരവരെ തന്നെ ഈ തറവാട് ഏൽപ്പിക്കണം. അതാ അതിന്റെ ശരി. അവർക്ക് അതിന്റെ അവകാശം. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർക്കരുത്. അതിന് കൂട്ടു നിൽക്കുന്നത് രാമനാഥനല്ല, ദൈവം തമ്പുരാനായാലും ശരി ശങ്കുണ്ണി സമ്മതിക്കില്ല. അച്ഛനെ കാണുന്നത് മാത്രമേ അവനെ ആവശ്യപ്പെട്ടുള്ളൂ. കണ്ടില്ലേ? അതിൽ കൂടുതൽ ഞാനും ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കണമില്ല. ശങ്കു, എനിക്ക് വലുത് രാമനാഥനല്ല. മീനാക്ഷി, പായസം ഇനി തയ്യാറായില്ലേ? ദാ റെഡിയായി കഴിഞ്ഞു. കേമായിട്ടുണ്ടോ? ഉം. കുടിച്ചാ കാരണവരുടെ മനസ്സ് തെളിയണം. ഉം. അതാ നമ്മുടെ വിജയം. ആ വല്യമാമയുടെ ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം. എന്തായാലും ഒരു വലിയ കലത്തിലെടുത്തോ. അയ്യോ അമ്മാമ്മയ്ക്ക് കുറച്ച് മതി. ആ, എന്നാ ഒരു സ്പൂണിലെടുക്ക്. വേഗമാട്ടെ. ഇടിക്കല്ലേ, ബഹളം വെക്കല്ലേ. അയ്യോ, ആരും ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അകത്ത് രാമനാഥ മാഷ് ചർച്ചയിലാണ്. ക്യൂ പാലിക്കൂ. ആരും ആക്രാന്തം കാണിക്കരുത്. ക്യൂ പാലിക്കൂ, ക്യൂ പാലിക്കൂ പ്ലീസ്. എന്തെങ്ങനെ എന്റെ പകുതി എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. കയ്യിൽ ഒരു പാത്രം പിടിച്ചോണ്ട്. സൂചി കുത്താൻ ഇടവില്ലല്ലോ. നീ ഇങ്ങ് വന്നേ. വാ, വാ. അവിടെ നിൽക്ക. അവസാനം വന്നവൻ ക്യൂവിന്റെ അറ്റത്ത് നിൽക്കുക. അതിക്രമിച്ച് കയറ്റാൻ പാടില്ല. ഇതെന്താ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക? അതെ, ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ. സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റാണ്. അതുകൊണ്ട് ഇത് ഇവിടെ നിൽക്കുക. അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയിട്ട് വരാം. മീനാക്ഷി എന്താടി കൊണ്ടുവന്നേക്കണേ? ഓ ഒന്നുമില്ല, ഇത്തിരി പാൽപ്പായസ. വല്യമ്മയുടെ കയ്യിലെന്താ? എനിക്ക് വല്യേട്ടനെ ഒന്ന് കണ്ട് ഇത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ. അതിനൊന്നും വേണമെന്നില്ല. എന്നാലും ഇത്തിരി പാലട ആയിക്കോട്ടെ എന്ന് കരുതി. അത് ശരി. അപ്പൊ വല്യേട്ടന് വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയാ എടുത്തിന്റെ തിരുമേനി അടുക്കളന്ന് പുറത്തിയാടിച്ച്? നീ വിഷമിക്കണ്ട അമ്മൂട്ടിയെ. നമ്മുടെ കടലപ്രവനെ കടത്തിവെട്ടാൻ ഒരു വിഭവത്തിനാവില്ല. മുഹമ്മദ് മിനിഞ്ഞാന്നേ ഉണ്ടാക്കിയിരിക്കണോ? അയ്യേ, അപ്പൊ മെനഞ്ഞാന്നേ ഉണ്ടാക്കിയ പ്രഥമന കൊണ്ടുവന്നേ. അത് വലിച്ചു പോയില്ലേ? ഉമ്മടി പൊളിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? എല്ലാരും കൂടി വലിഞ്ഞു കയറി ചെന്ന വല്യേട്ടന് ഇഷ്ടപ്പെടില്ല. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. ഞാൻ ഒറ്റയ്ക്ക് എന്ന് സംസാരിച്ചിട്ട് വിവരം പറഞ്ഞ പോരെ? അത് വേണ്ട, വല്യേട്ടൻ എല്ലാവർക്കും ഒരുപോലെയാ. ഒരുമിച്ച് സംസാരിച്ചാ മതി അല്ലേ? വേണ്ട, ആരും ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. മാറ് 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 മാറ്. വല്യേട്ടനെ ഒന്ന് കണ്ടോട്ടെ രാമനാഥ. ആരെയും ഇപ്പൊ അങ്ങോട്ട് കടത്തി വിടുന്ന കാരണവർ കർശനമായിട്ട് കൽപ്പിച്ചിരിക്കുക. പ്ലീസ് വെയിറ്റ്. എന്താ അതൊക്കെ? അടപ്രഥമൻ. അയ്യോ, അടപ്രധാനല്ലേ, പാലടയാ. പാലട. മൂപ്പരിപ്പതൊന്നും കഴിക്കാനുള്ള മൂടിലല്ല. കുട്ട, ഇതൊക്കെ മേടിച്ച് നമ്മുടെ മുറിയിലേക്ക് വെച്ചേക്കാം. അദ്ദേഹം വലിയ ടെൻഷനില്ല. എന്താ രാമനാഥ? സപ്തതി ആഘോഷം അടുത്ത് വരികയല്ലേ. അനന്തരാവകാശം തിരഞ്ഞെടുക്കണ്ടേ? നിസ്സാര കാര്യ. ഞങ്ങൾ അതേ കുറിച്ച് വിശദമായ ഒരു ചർച്ച നടത്തി. എന്നോട് അഭിപ്രായം ചോദിച്ചു. ഇതൊന്ന് തിന്നോട്ടേപ്പാ. എന്തു പറയാൻ, പലതും ഉരുത്തിരിഞ്ഞു. എന്തായാലും ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് സൂചന കിട്ടിയിരിക്കണേ? പറയാം. ഒന്ന് മൂത്രം ഒഴിച്ചോട്ടെ. ആരാണാവോ പുതിയ അവകാശി? രാമനാഥ, സ്വല്പം സ്പീഡ് കൂട്ടിക്കോ. ഇതെന്താ ആനമൂത്രം ഒഴിക്കും പോലെ? കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. പിന്നെന്താ മീനാക്ഷി, കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. മോനെ രാമനാഥ, എന്താ പറയാം പറയാം പറയാമെന്നേ. വഴി വഴി. മന്ത്രിയുടെ പിയുടെ പേരെന്തെന്ന് പറഞ്ഞേ? രാമകൃഷ്ണൻ. കുലീനത്വം, തറവാടിത്തം, കാര്യശേഷി, കുശാഗ്രബുദ്ധി, ഇതൊക്കെ ഒത്തിണങ്ങിയ ഒരാളെ പരിഗണിക്കുന്നുണ്ട്. അതാരാ? ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും ആ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരാളുണ്ട്. ഇനിയിപ്പോ ആള് തന്നെ വേണോ ഇല്ല മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങള്. ചിലപ്പോ അത് കുഞ്ഞുലക്ഷ്മി അമ്മ ആയിക്കൊടുന്നില്ല. അയ്യോ, എന്റെ പരദൈവങ്ങളെ, വല്യേട്ടന്റെ ഒരു കാരുണ്യോ. ആവണമെന്നില്ല. കാർത്തിയാനി അമ്മയാകാം, അയ്യോ ഞാനോ? ശത്രുവേട്ടനാകാം, ശങ്കരൻകുട്ടി ചേട്ടനാകാം, തിരുമേനിയാകാം. എന്തിന് കോന്തുണ്ണി മാമയ്ക്ക് വരെ ചാൻസ് ഉണ്ട്. അയ്യോ, അപ്പൊ ചുരുക്കത്തിൽ എല്ലാവർക്കും ആശയ്ക്ക് വകയുണ്ട്. എന്നാലോട്ട് ആരും ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അതായത് അതേലിട്ട കോണാൻ പോൾ. പക്ഷേ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. സപ്തതി ആഘോഷ ദിവസം ഞാനാണ് അനന്തരാവകാശി എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നാലോ? അങ്ങനെ ആര് വരാനാ? കാരണം ഒരു ബ്രഹ്മചാരിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ആ ബ്രഹ്മചര്യത്തിന് ഒരു വീഴ്ച വന്നിട്ട് ഒരു അവകാശം ജനിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മകൻ. അല്ല, അങ്ങനെ ചിരിച്ചു തള്ളാൻ പറ്റിയ വിഷയമല്ല. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സകല തെളിവുകളും റെക്കോർഡുകളും ഒക്കെ ആയിട്ട് അവസാന നിമിഷം ഒരുത്തൻ രംഗപ്രവേശം ചെയ്താലോ? വരണമെന്നില്ല.
ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അവനെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക? അങ്ങനെ ഒരുത്തൻ വന്ന അറ്റ കൈ തന്നെ പ്രയോഗിക്കും. രാമനാഥ, ഞങ്ങൾ അവനെ തട്ടി അപ്പം മരണം ഉറപ്പമേ. ഈ പ്രതിസന്ധി എനിക്ക് താങ്ങാനാവുന്നില്ല. കഴിയുന്നത്ര ശ്രമിച്ചു സപ്തതി ഒഴിവാക്കാൻ. എനിക്കൊരു മകനുള്ളപ്പോ മറ്റൊരാളെ എങ്ങനെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കും? പെങ്ങന്മാരുടെയും അനന്തരവരുടെയും മുഖത്ത് നോക്കി എനിക്കൊരു മകനുണ്ടെന്ന് പറയാൻ എന്നെ കൊണ്ടത് പറയാനാവില്ല. ഞാൻ ധർമ്മസങ്കടത്തില. അമ്മാമ്മ കൈയേൽപ്പിച്ച തറവാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പോവുകയേ നിവൃത്തിയുള്ളൂ. എല്ലാം വിട്ടൊഴിഞ്ഞ് ഞാൻ യാത്രയാകുന്നു. മാപ്പ്, മാപ്പ് അമ്മാമേ, മാപ്പ്. അങ്ങ് ഇങ്ങോട്ട്. ഇത് ഭീരുത്വമാണ്. സപ്തതി ആഘോഷത്തിന്റെ ക്ഷണക്കത്ത് മുഴുവൻ അടിച്ചു കഴിഞ്ഞു. മറ്റൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ആ മുഹൂർത്തം നാട്ടുകാർ ഉറ്റു നോക്കിയിരിക്കുക. നാട്ടുകാർക്കല്ല, നിനക്കാണതിൽ താല്പര്യം, നിനക്കാണ് നേട്ടം. അങ്ങ് ക്ഷോഭിക്കരുത്. സ്വാഗത സംഘവും കമ്മിറ്റിയും ഒക്കെ നിന്റെ ബുദ്ധിയല്ലേ? ബുദ്ധി മാത്രമല്ല, എന്റെ ഉത്തരവാദിത്വം കൂടിയാ. ഈ സപ്തതി നടന്നില്ലെങ്കിലേ നാട്ടുകാരോട് സമാധാനം പറയേണ്ട ഞാനാ. അങ്ങ് പോയി കിടന്നാട്ടെ. ജസ്റ്റിസ് വിളിച്ചിരുന്നു, മന്ത്രി നാളെ വരും. ഇതൊക്കെ അവരറിഞ്ഞാലുള്ള ഭവിഷ്യത്ത്. കടന്നു പോണ്ടോ? ഇല്ല, അങ്ങ് ഇങ്ങോട്ടും പോവില്ല. നേരം വെളുക്കുവോളം കണ്ണിൽ എണ്ണ ഒഴിച്ചതിനോട് കാവലിരിക്കും. പ്ലീസ് അങ്ങ് പോയി കിടന്നാട്ടെ. ആ മനുഷ്യനെ നീ ഇങ്ങനെ വേദനിപ്പിക്കരുത്. കുറച്ച് വേദനിക്കട്ടെ. 30 വർഷം എന്റെ അമ്മ വേദനിച്ചതല്ലേ, ഒരു പങ്ക് അനുഭവിക്കട്ടെ. രാമനാഥ, അമ്മാമ്മ വിഷമിക്കാതിരിക്കുക. എല്ലാം ശുഭമായി തന്നെ കലാശിക്കും. പക്ഷേ രാമനാഥ, നിന്റെ മനസ്സിലിപ്പോ നടക്കില്ല. മാതൃകാധ്യാപകൻ, മികച്ച വ്യവസായ പ്രമുഖൻ, സാമൂഹ്യ സേവകൻ, കവി എന്നീ നിലകളിൽ രാഷ്ട്രപതിയിൽ നിന്നും സമുന്നതരായ ദേശീയ നേതാക്കളിൽ നിന്നും പുരസ്കാരങ്ങളും ബഹുമതികളും നേടിയിട്ടുള്ള മഹത് വ്യക്തിയാണ് പയ്യാരത്ത് പത്മനാഭൻ നായർ. കലാ സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും പ്രത്യേകം സ്തുത്യർഹങ്ങളാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നാടിന്റെ നാനാമുഖമായ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണഭൂതനായ പയ്യാരത്ത് പത്മനാഭൻ നായർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ ജസ്റ്റിസ് രാമമൂർത്തി ക്ഷണിച്ചോളുന്നു. പരമമായ സത്യം വെളിപ്പെടുത്തേണ്ട മുഹൂർത്തം അടുത്തു കഴിഞ്ഞു. മറക്കരുത്. സത്യം വദ, ധർമ്മം ചര. സംപൂജ്യനും എന്റെ ഗുരുനാഥനുമായ പയ്യാരത്ത് പത്മനാഭൻ നായർ സർ, ഓണറബിൾ മിനിസ്റ്റർ, മറ്റ് വിശിഷ്ടാതിഥികളെ, സർവകലാ വല്ലഭൻ, പണ്ഡിതൻ, പൊതുകാര്യ പ്രസക്തൻ, വ്യവസായി, മനുഷ്യസ്നേഹി, ഉദാരമതി എന്നിങ്ങനെ അദ്ദേഹം അർഹിക്കുന്ന വിശേഷണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. സ്വന്തമായൊരു വ്യക്തിജീവിതം ത്യജിച്ചുകൊണ്ട് സഹോദരിമാർക്കും അനന്തരവർക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും അങ്ങനെ 3 തലമുറകൾക്ക് ഉത്തമ മാതൃകയായി ജീവിക്കുന്ന അഭൗമ പ്രതിഭാസമാണ് അദ്ദേഹം. സാത്വിക ത്യാഗിയാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു സാത്വിക ത്യാഗിയാകാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? അദ്ദേഹം മുറുകെ പിടിച്ച ജീവിത മൂല്യങ്ങൾ, നിഷ്ഠ, ബ്രഹ്മചര്യ വ്രതം. ദ്വാപരയുഗത്തിലെ ഭീഷ്മർ കഴിഞ്ഞാൽ നമ്മളടങ്ങുന്ന ഈ സമൂഹത്തിൽ നമ്മൾ അറിയുന്ന ഒരു നിത്യബ്രഹ്മചാരിയേ ഉള്ളൂ. അത് കലിയുഗ ഭീഷ്മരായ പയ്യാരത്ത് പത്മനാഭൻ നായരാണ്. അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കാൻ ഞാൻ ആളല്ല. മനുഷ്യരൂപം ധരിച്ച അവതാര പുരുഷനായ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ യാചിക്കുന്നു. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പത്മനാഭൻ നായരുടെ സഹോദരിമാരിൽ മൂത്തവളും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസും കവയത്രിയുമായ ശ്രീമതി കുഞ്ഞുലക്ഷ്മി അമ്മയെ അവർ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ മംഗളപത്രം വായിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
ജനങ്ങൾ അങ്ങയുടെ നാവിൽ നിന്നും സത്യം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. അടുത്തത് അങ്ങയുടെ ഊഴമാണ്. സത്യമേവ ജയതേ. പുകഴ് നിറയും തറവാടിന് പൂമുഖമണി ദീപം, വാത്സല്യത്തണലേകും വരകൽപ്പക വൃക്ഷം, അഭിമാനം കൊടിയേറും കനകധ്വജ പുണ്യം, ഇരുചൂഴും പ്രതിസന്ധിയിൽ ഒരു ദീപസ്തംഭം, മഹിമകൾ തൻ കൊടുമുടിയായി മരുവുന്നൊരു ധീമൻ, കടലിളകും നേരത്തും കഠിനവ്രതശീലൻ, 840 പൗർണമിയുടെ ഉദയം, എന്നും തവ സപ്തതിയായി പുലരേണം സദയം. അനുഗ്രഹീതമായ വാഗ്ധോരണി കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാനും അനന്തരാവകാശിയെ പ്രഖ്യാപിക്കാനും പയ്യാരത്ത് പത്മനാഭൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. സത്യം മത ധർമ്മം ചര. സുഹൃത്തുക്കളെ, ഈ സ്നേഹത്തിന് മറുപടി പറയാൻ എനിക്ക് വാക്കുകളില്ല. വാക്ക് സരസ്വതിയാണ്, അത് അളന്ന് വേണം പ്രയോഗിക്കാൻ. എന്റെ സുഹൃത്ത് പറഞ്ഞു ഞാൻ സാത്വിക ത്യാഗിയാണെന്ന്. ആണോ? ഞാൻ സാത്വിക ത്യാഗി അല്ല, കർമ്മയോഗിയല്ല, ഭീഷ്മരല്ല. പയ്യാരത്ത് പത്മനാഭൻ നായർ ഒരു സാധാരണ മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒട്ടേറെ കടമകളും കർത്തവ്യങ്ങളും ചെയ്യാനും ചെയ്തു തീർക്കാനും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന കർമ്മം എനിക്ക് ബാക്കിയുണ്ട്. പയ്യാരത്ത് തറവാടിന്റെ താക്കോൽ ദി സാഡിൽ കടിഞ്ഞാൽ കൈമാറണം. ആർക്ക്? മരുമക്കത്തായം അപ്രായോഗികമായ ഈ കാലഘട്ടത്തിൽ എന്റെ അനന്തരവർക്കോ സഹോദരിമാർക്കോ ആർക്ക്? അതിനുത്തരം ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒളിച്ചോടാനാവുന്നില്ല. എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയൊരു മകനില്ലല്ലോ. ഉണ്ട്, എനിക്കൊരു മകനുണ്ട്. എന്റെ കാര്യസ്ഥൻ അല്ല, സുഹൃത്ത്, ആത്മാവ്, എന്റെ എല്ലാമായ ശങ്കുണ്ണിയുടെ സഹോദരി സൗദാമിനിയിൽ എനിക്ക് പിറന്ന മകൻ രാമനാഥൻ. അച്ഛാ, നന്ദി, 1000 നന്ദി. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം എന്റെ അമ്മയുടെ അടുത്തേക്ക്. എടാ രാമനാഥ, പയ്യാരത്ത് പത്മനാഭൻ നായർ എന്നല്ല, അയാളെ തന്തയുടെ തന്ത പറഞ്ഞാലും നിന്നെ ഇനി തറവാട്ടി താമസിപ്പിക്കില്ല. എടാ, ആണത്തമില്ലാഞ്ഞിട്ടല്ലടാ അന്നേ നിന്നെ ഇറക്കി വിടാത്തത്. ഇയാളെ അനുസരിച്ചിട്ടാ ദൈവത്തെ പോലെ ആരാധിച്ചു. ഇപ്പോഴാ മനസ്സിലായത് ചെട്ടിയാണെന്ന്. ഇപ്പൊ തണ്ട കൂട്ടിനുണ്ടെന്ന ധൈര്യവും നിനക്ക്. അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. എടാ, അപ്പ കണ്ടവൻ അച്ഛാന്ന് വിളിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഓ, ഇനി അനന്തരമാരും വേണ്ടല്ലോ. ഞങ്ങളൊക്കെ പുറത്ത്, മകനകത്ത്. ഇത് നടക്കില്ല. അയാളെവിടെ? അയാളെവിടെ? മംഗളപത്രം, സാത്വികത്യാഗി, കർമ്മയോഗി. ഈശ്വര, ഇതെഴുതി എന്റെ കൈ ഒടിഞ്ഞു പോട്ടെ. ദുഷ്ട, നിങ്ങൾ മുടിഞ്ഞു പോകും. കുഞ്ഞുലക്ഷ്മി, വിളിക്കരുതെന്നെ. അങ്ങനെ വിളിക്കാൻ അവകാശപ്പെട്ട ആൾ മരിച്ചുപോയി. കുഞ്ഞുലക്ഷ്മി അമ്മേ, താൻ മിണ്ടി പോരുത്. കൂട്ടിക്കൊടുക്കുവായിരുന്നോ താൻ? ഞങ്ങളുടെ സംബന്ധക്കാരോടൊക്കെ എന്താ മറുപടി പറയേണ്ടത്? നീ ഒന്നും പറയണ്ടടി. ഓന്തുണ്ടിയായി നീ ഉറങ്ങില്ല. എന്തായിരുന്നു വയ്യാരത്തെ പെണ്ണുങ്ങൾ അഹങ്കാരം? വലിയ മാമ ദൈവാണ്, വലിയേട്ടൻ കോപ്പാണ്. അയ്യോ, നിന്നെ ഞാൻ മനസ്സിലായി പയ്യാരത്തെ അന്തസ്. എവിടെയോ കിടന്നൊരു തെണ്ടി അവകാശിയാണ് പോലും. ഞങ്ങളൊക്കെ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്നവരാ. ഒളിച്ചും പാത്തും മക്കളെ. ഓ, ഒരു തറവാട്ട് പാരമ്പര്യം. എന്തൊക്കെയായിരുന്നു നിയമങ്ങള്.
പുകവലിച്ചുകൂടാ, മദ്യപിച്ചുകൂടാ, മീശ വെച്ചുകൂടാ. ദേ ഇതാവല്ലേ? ഇനി ഇയാളോട് എന്താ പറയാനുള്ളത്? ഇന്ന് ഇയാളുടെ സ്ഥാനം ഉണ്ടല്ലോ. എടോ പയ്യാരത്തെ പട്ടിക്ക് തുല്യമാ. മതി, ഇനി എന്റെ വല്യമ്മയെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞു പോരുത്. നന്ദി കെട്ട് വർഗം. പോടി അവിടുന്ന്. ആർക്കാടി നന്ദി വേണ്ടത്? ഈ കുടുംബത്തോട് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഈ പണി ചെയ്യുമായിരുന്നോ? മക്കളെന്നും പറഞ്ഞ് തെണ്ടി തെന്നി വരാൻ ഇനിയുണ്ടോ ആരെങ്കിലും? നാടിനുള്ള സംബന്ധം കാണാൻ കെട്ടവൻ. പറഞ്ഞില്ലല്ലോ ആരും ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ. അവളേക്ക് പാർപ്പിച്ചുകൂടായിരുന്നു. ചെയ്യായിരുന്നു, മോഹം ഉണ്ടായിരുന്നു, അതിനുള്ള മനസ്സുണ്ടായിരുന്നു, ചെയ്തില്ല. ഈ തറവാടിനെ ഓർത്ത്, നിങ്ങളെ ഓർത്ത് ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. ദേ ഇനി ഭഗവത്ഗീത പദ്യം പറഞ്ഞുണ്ടല്ലോ, എന്റെ വായിന്ന് ഭരണിപ്പാട്ട് കേൾക്കും. അമ്മായി പറയേണ്ടത് അങ്ങോട്ട് പറയേ. അതെ, ഞങ്ങളെ അടക്കി വെച്ചതൊക്കെ മതി. ഇനി താങ്ങും തണലും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം. ഞങ്ങളുടെ ഓഹരി കൊണ്ട് വീതം വെച്ച് തന്നേക്ക. ഭാഗം വെക്കുന്നതൊക്കെ കൊള്ളാം. ഇന്നലെ കേറി വന്ന ഈ തെണ്ടിക്കും ഇവന്റെ പിഴച്ച തള്ളയ്ക്കും സൂചി കുത്താനുള്ള വക പോലും കൊടുക്കാൻ പാടില്ല. 30 വർഷം ഞാനത് കേട്ടതാ. ഇനി വയ്യ. ഇനി ആരെങ്കിലും ഇത് പറഞ്ഞാലുണ്ടല്ലോ ആ നാവ് ഞാൻ മുറിക്കും. തിരിച്ചു പോണെന്ന് തന്നെയായിരുന്നു ഈ നിമിഷം വരെ. പക്ഷെ ഇനി പോകുന്നില്ല. തന്തയ്ക്ക് പറഞ്ഞവരാടാ ഞാനും. എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ പയ്യാരത്തെ സന്തതിയാണെന്ന്. എന്റെ അമ്മയ്ക്കും എനിക്ക് അവകാശപ്പെട്ടതൊക്കെ കഴിഞ്ഞിട്ട് നിനക്കൊക്കെ തറവാട്ടിലുള്ളൂടാ. പത്മനാഭൻ നായരുടെ മോനാണ് ഞാനെങ്കിൽ ഞാനത് മേടിച്ചിരിക്കും. നീ മേടിക്കലടാ പട്ടി. നോക്ക് നിൽക്കുന്നോ? തല്ലി കൊല്ലടാ അവനെ. നിർത്തി.